പക്ഷെ പുരോഗതി എന്ന് പറയാനുള്ളത് മണ്ണ് ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റോഡിലേക്ക് വീണ മണ്ണ് ഒരു പരിധിവരെ നീക്കം ചെയ്ത് ഒരു ഭാഗത്തേക്കെങ്കിലും വാഹനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. ബാക്കിയുള്ളത് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്. പക്ഷെ അതിൽ കാര്യമായ പുരോഗതി ഈ ഒരു മണിക്കൂർ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ റഡാർ സംവിധാനം അത്രയും ദുർഘടമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ, ലാൻഡിന്റെ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ റഡാർ ഉപയോഗിച്ചുള്ള ആ തിരച്ചിൽ കാര്യമായി പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് അവരിപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിരപ്പായ സ്ഥലങ്ങളിലൊക്കെ അത്തരം അപകട മേഖലകളിലൊക്കെ തിരച്ചിൽ നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഉപകരണമാണ്. അത് ഇതിലൂടെ അങ്ങനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ 4 മീറ്ററോളം താഴ്ചയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടക്കമാണ് ഇതിന്റെ സിഗ്നൽ കിട്ടുക. പക്ഷേ ഇവിടെ മണ്ണും പാറയും ഒക്കെ അടിഞ്ഞു നിൽക്കുന്ന സ്ഥിതി ആയതുകൊണ്ട് 2.5 മീറ്ററോളം മാത്രമേ അതും ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ്. സിഗ്നൽ ലഭിച്ചത് ട്രക്കാണെന്ന സംശയമുണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. കാരണം ഇതൊക്കെ വലിപ്പമുള്ള വാഹനമാണ്. തുടർച്ചയായി ആ സ്ഥലത്ത് നിന്ന് തന്നെ സിഗ്നലുകൾ കിട്ടിയാൽ മാത്രമേ അത് ട്രക്കാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ അങ്ങനെ ട്രക്ക് ആവാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം തിരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് പറയുക മാത്രമേ ഉള്ളൂ. പറഞ്ഞതുപോലെ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വേഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ വലിയ രീതിയിലുള്ള പുരോഗതി ഒന്നും തന്നെ ഈ ഒരു മണിക്കൂറിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റെന്തെങ്കിലും മാർഗം തേടുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള ഒരു സാധ്യതയെ പറ്റിയോ എന്തെങ്കിലും ഒരു ചർച്ചയോ അങ്ങനെയുള്ള നീക്കമൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മാതൃകയെ രക്ഷാപ്രവർത്തനത്തിൽ സ്വീകരിക്കാൻ നിലവിൽ അത്തരം വിവരങ്ങളില്ല. ലഭ്യമായ സാധ്യമായ എല്ലാം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. കാരണം അങ്ങനെ അത്തരം ഒരു വലിയ അപകട മേഖലയാണ്, ദുരന്ത മേഖലയാണ്. ബാക്കി സാധ്യതകളൊക്കെ പരിശോധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നിലവിൽ ഇത് തന്നെയാണ്. ഇവിടെ കൂടുതൽ ആളുകളെ SDRF, NDRF അങ്ങനെയുള്ള ആളുകളെയൊക്കെ എത്തിച്ചുകൊണ്ട് രക്ഷാദൗത്യം നടത്തുന്നു എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് അവലോകന യോഗങ്ങളൊക്കെ ചേരുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ അപകട സ്ഥലത്ത് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മളോട് മാറാനുള്ള നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുകയാണ്. കാരണം അധിക സമയം ഇവിടെ തുടരുന്നത് വീണ്ടും ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമായിട്ട്, കാരണം മണ്ണിടിയാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മളോട് ഏതായാലും ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ മാറണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് കയറാൻ മാത്രമായിരിക്കും അല്ലേ വിലക്കുണ്ടാകുന്നത്? അല്ല, അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അവിടെ ബാരിക്കേഡ് അടക്കം പോലീസ് സ്ഥാപിച്ചുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതായത് ഈ അപകടം നടന്ന ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടിരുന്നത്. SDRF, NDRF, പോലീസ്, ഫയർഫോഴ്സ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകൾ, അത്തരം ആളുകളെ മാത്രമാണ് കടത്തിവിട്ടിരുന്നത്. പിന്നീടാണ് ഈ സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചത്. സ്ഥലം MLA വന്ന് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകി. പോലീസ് ആ ഒരു ഘട്ടത്തിലും തടഞ്ഞിരുന്നു. പിന്നീട് എന്തായാലും മാധ്യമങ്ങളെ ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചതാണ്. ദൃശ്യങ്ങൾ പകർത്തി വളരെ പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് മാറണം എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചതും. ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിന്നും മടങ്ങുകയാണ്, സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങുകയാണ്. PRDയുടെ ഇവിടുത്തെ കർണാടക PRDയുടെ വാഹനത്തിലാണ് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇവിടെ നിന്ന് ഏതായാലും തിരിച്ച് നേരത്തെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞിരുന്ന സ്ഥലത്തേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ശരി. അതായത് അപകട ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ വീണ്ടും എവിടെയായിരുന്നു ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരികെ പോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.